നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ, വിവിധ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ, മറ്റ് പൊതു അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് പെൻഷൻ സഹായമായിട്ട് ലഭിക്കുന്നത്. ഈ പദ്ധതിയിലെ ഏപ്രിൽ മാസത്തെ ഗഡു വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. DBT സംവിധാനം ഈ വിതരണത്തിന് വേണ്ടി ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ 1000 രൂപ വീതം അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നിലവിൽ നമ്മൾ ചെയ്യേണ്ടത്, അപേക്ഷ വെച്ച എല്ലാവരും തന്നെ നമ്മളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷനർ ID ഉപയോഗിച്ച് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. സേവന എന്ന് പറയുന്ന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ എത്ര ഗഡുക്കൾ ലഭിച്ചു, ഏത് അക്കൗണ്ടിലാണ് തുക ക്രെഡിറ്റ് ആയത്, നമ്മൾ കൊടുത്തിട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം തന്നെ നമുക്ക് കാണുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനിയും അപേക്ഷ വയ്ക്കാത്തവരുണ്ടെങ്കിൽ അപേക്ഷകൾ വയ്ക്കുക. അപേക്ഷ വെച്ചിട്ട് അപ്രൂവ് ആയ കാര്യങ്ങൾ അറിയാത്തവർ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് പരിശോധിച്ച് അപ്രൂവ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അപേക്ഷ മടങ്ങിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് തന്നെ വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, യുവാക്കൾക്ക്, അത് മത്സര പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നവർ, അതോടൊപ്പം തന്നെ വിവിധ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ, ഇവർക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ 1000 രൂപ ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 7-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചിരുന്നു. ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 7-ാം തീയതിയും 8-ാം തീയതിയും എല്ലാം ആനുകൂല്യ വിതരണം നടന്നിട്ടുണ്ട്. 2 ഗഡുക്കളോളമൊക്കെ ലഭിച്ച ഗുണഭോക്താക്കൾ വരെയുണ്ട്. അപ്പോൾ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഇനിയും അപേക്ഷ വയ്ക്കാൻ അവസരമുണ്ട്. 1 ലക്ഷത്തോളം അപേക്ഷകരാണ് നിലവിൽ ആയിട്ടുള്ളത്. 5 ലക്ഷം പേർക്ക് ഈ വർഷം സ്കോളർഷിപ്പ് നൽകും. പ്രതിമാസം 1000 രൂപ വീതം 12 മാസത്തേക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. എന്നു മുതലാണോ അപേക്ഷകൾ അപ്രൂവ് ആകുന്നത്, അതിനുശേഷം 12 മാസത്തേക്ക് നമുക്ക് സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ സഹിതം സമർപ്പിച്ച് തൊഴിൽ കാർഡുകൾ എടുത്തിട്ടുള്ളവരായിരിക്കും. ഈ കാർഡുകളുടെ സീനിയോറിറ്റി പുതുക്കാൻ സാധിക്കാതെ പോയവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ വൺ ടൈം റിന്യൂവലാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒറ്റത്തവണ പുതുക്കലിലൂടെ സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് നമുക്കിത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ഏപ്രിൽ മാസം 30-ാം തീയതി വരെ മാത്രമേ ഈ അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നിലവിൽ മുൻപ് തന്നെ നമ്മൾ വീഡിയോയുടെ കാര്യങ്ങൾ അറിയിച്ചതാണ്. ഇപ്പോൾ സമയം അവസാനിക്കുകയാണ്. ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നിലവിൽ പുതുക്കേണ്ട രീതിയിൽ പുതുക്കാൻ സാധിക്കാതെ പോയവർ, അതോടൊപ്പം തന്നെ മറ്റ് ജോലിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയാതെ പോയവർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക്, അതും 1995 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കാലയളവ് മുഴുവനുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോയവർക്ക് ഉൾപ്പെടെ ഇപ്പോൾ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ടതുമാണ്. മൂന്നാമത്തെ പ്രധാന അറിയിപ്പ്, ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷൻ ഒരുമിച്ചാണ് വിതരണം ചെയ്യുന്നത്. ഇനി ഏവേ റേഷൻ കടക്കുകയാണെങ്കിൽ ഏപ്രിലെയും മെയ് മാസത്തെയും റേഷൻ 30 കിലോ അരി ഒരു മാസം ലഭിക്കുന്നതാണ്. അവർക്ക് ഈ പ്രാവശ്യം അപ്പോൾ 60 കിലോയോളം അരി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. ഇതോടൊപ്പം തന്നെ മറ്റെല്ലാ റേഷൻ കാർഡിനും ഇതിന് ആനുപാതികമായിട്ടുള്ള ഭക്ഷ്യവിഹിതം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. റേഷൻ കടകളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ 2 മാസത്തെ ഒരുമിച്ച് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം, അല്ലെങ്കിൽ 2ആയിട്ട് മതിയെങ്കിൽ ആ രീതിയിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.